ഹലോ കൂട്ടുകാരെ, ഒരു പ്രൊഡ്യൂസറിന് താൻ പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന മൊത്ത വരുമാനത്തെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ് പ്രോഡക്റ്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ ആവറേജ് റവന്യൂ എന്നും പറയുന്നു. മൊണോപ്പൊളിയുടെ ടോട്ടൽ റവന്യൂ കർവിൽ നിന്നും ആവറേജ് റവന്യൂ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മൊണോപ്പൊളിയുടെ ടോട്ടൽ റവന്യൂ കർവ് ഇൻവേർട്ടഡ് പാരാബോള ഷേപ്പിലാവും ഉണ്ടാവുക. ഫേമിന്റെ ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതും പീക്കിലെത്തുന്നതും ഡിക്ലൈൻ ചെയ്യുന്നതും നമുക്ക് ഈ ഇൻവേർട്ടഡ് പാരാബോള ഷേപ്പ് കർവിൽ നിന്നും മനസ്സിലാക്കാം. ഇവിടെ OX ആക്സിസിൽ ക്വാണ്ടിറ്റിയും OY ആക്സിസിൽ ടോട്ടൽ റവന്യൂവും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഫേമിന്റെ ഔട്ട്പുട്ടിന്റെ അളവ് പോയിന്റ് B ആയിരിക്കുമ്പോഴാണ് ആവറേജ് റവന്യൂ കാണേണ്ടത് എന്ന് കരുതുക. ഇപ്പോൾ ഫേമിന്റെ ഔട്ട്പുട്ട് പോയിന്റ് B ആണ്. ഇനി ഈ പോയിന്റ് ബിയിൽ നിന്നും ടോട്ടൽ റവന്യൂ കർവിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ടോട്ടൽ റവന്യൂ കർവിനെ ടച്ച് ചെയ്യുന്ന ഭാഗത്തെ നമുക്ക് പോയിന്റ് A എന്ന് വിളിക്കാം. ഇനി ഗ്രാഫിന്റെ ഒറിജിനിൽ നിന്നും A എന്ന പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. OAE കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ആവറേജ് റവന്യൂ കർവ്.